ഹലോ ഗൈസ്, ഞാനിന്ന് നമ്മുടെ ഇൻഡിവിജ്വലിസ്റ്റ് മിസ്സസ് ജിയങ് എന്ന ഡ്രാമയുടെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നത്. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ പാർട്ട് 1 കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് നമ്മുടെ നായികയുടെ ഡോക്ടർ അവളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ശരിക്കും ഒരു നല്ല പേഷ്യൻ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞത് വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ നമ്മുടെ നായിക പറയുന്നുണ്ട്, ഞാനൊരു ജേർണൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എനിക്കൊരു പ്രിസ്ക്രിപ്ഷൻ തരുമോ എന്ന്. അപ്പോൾ ഡോക്ടർ പറയാണ്, ഉറപ്പായിട്ട് ഞാൻ തരും, നീ ഒരു ജേർണലുകൾ എഴുതാൻ നോക്കാൻ പറയാണ്. അതിനുശേഷം നമ്മുടെ ഡോക്ടർ വീണ്ടും പറയാണ്, നിൻ്റെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റും വേഴ്സ്റ്റ് മൊമെൻറ്റും എല്ലാം നീ അതിനകത്ത് ഉൾപ്പെടുത്തണം. അതിനുശേഷം നമ്മുടെ നായികയുടെ ഒരു മൈൻഡ് വോയിസ് ആണ് കേൾക്കുന്നത്. എനിക്ക് 28 വയസ്സുള്ളപ്പോഴാണ് ഞാൻ 2 വർഷം മുമ്പ് എൻ്റെ ജോബ് ക്വിറ്റ് ചെയ്ത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ഇത് കാരണം ചിലപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരുത്താൻ സാധിക്കുമെന്ന്. പിന്നീട് നമ്മുടെ നായിക ഒരു ബസ്സിൽ കയറുന്നുണ്ട്. അപ്പോഴും ആ മൈൻഡ് വോയിസ് കണ്ടിന്യൂ ആക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നായിക വീട്ടിലെത്തുന്നുണ്ട്. ഒരു നല്ല റിലേഷൻഷിപ്പ് പരസ്പരം ഹാം ചെയ്യാത്തതിലാണ്. അപ്പോൾ അതിനുശേഷം അവളുടെ ഫ്ലാറ്റിൻ്റെ ഡോറ് തുറന്നിട്ട് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് മൈൻഡിൽ പറയുന്നുണ്ട്, ഞാൻ എന്നെക്കൊണ്ട് തന്നെ ഹാപ്പിയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് പുറത്തുനിന്ന് ഒരാൾ ആവശ്യമില്ല എന്നാണ് നായിക ഉദ്ദേശിക്കുന്നത്. പിന്നീട് രാവിലെ നമ്മുടെ നായിക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അന്ന് കണ്ട ആ റൂട്ടർ മറ്റേ വൈഫൈ ഓണാക്കാൻ വന്ന പയ്യൻ രാവിലെ തന്നെ നമ്മുടെ നായികനോട് ഹലോയൊക്കെ പറയുമ്പോൾ നായിക അത് മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ പല സ്ഥലത്ത് വെച്ച് ഇതുപോലെ ആ പയ്യൻ പലവട്ടമായിട്ട് ഇതുപോലെ നായികനോട് ഹലോയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നായിക റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. പലവട്ടം ഹായ് പറയുന്നുണ്ടെങ്കിലും നായിക അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ നായിക ഫ്ലാറ്റിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരാൾ വെപ്രാളപ്പെട്ട് വന്നിട്ട് ഇത് 705 ആൾക്കുള്ളതാണ്, പക്ഷെ നിങ്ങൾക്ക് ഇത് എടുക്കാമെന്ന് വെപ്രാളപ്പെട്ട് പറഞ്ഞിട്ട് ഉടനെ ഓടിപ്പോവാണ്. അപ്പോൾ ഹീറോയിൻ നമ്മുടെ ആ ഒരു പയ്യൻ്റെ ഡോറിൻ്റെ അവിടെ ഈ ഒരു പാഴ്സൽ ഉണ്ടെന്ന് വെച്ചിട്ട് പോവാണ്. പിന്നീട് നമ്മുടെ നായിക ആ ഡോറിൻ്റെ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ പയ്യൻ വന്നിട്ട് ഒരു 1 പാക്കറ്റ് കൊടുത്തിട്ട് പറയാണ്, ഇത് എൻ്റെ പാക്കേജ് എൻ്റെ ഡോറിൻ്റെ അവിടെ വച്ചതിനുള്ള നന്ദിയാണെന്ന് പറയാണ്. എന്നും പരസ്പരം ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു പയ്യൻ അവൻ്റെ ഫ്ലാറ്റിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ അവൻ ഫ്ലാറ്റിൽ എത്തിക്കഴിയുമ്പോഴുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഫ്ലാറ്റിലെത്തി കഴിയുമ്പോൾ അവൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് പറയാണ്, ഞാൻ പറഞ്ഞല്ല അതൊരു അത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തിനാണ് നീ അവളോട് അത് എടുക്കാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കണ്ടേ. അപ്പോൾ അവൻ പറയാണ്, എനിക്കറിയില്ലായിരുന്നു അവൾ അങ്ങനെ ചെയ്യുമെന്ന്. അപ്പോൾ അവളോട് അവൻ പറയാണ്, എന്നോട് ക്ഷമിക്കണം, ഇനി എന്നോട് ദേഷ്യപ്പെടല്ലേ എന്ന്. അപ്പോൾ ആ പെൺകുട്ടി അവനോട് പറയാണ്, എനിക്ക് തോന്നുന്നില്ല ഇത് വർക്കാവുമെന്ന്. അപ്പം അവൻ പറയുന്നുണ്ട്, എനിക്കും തോന്നിയില്ല അത് ശരിയാണെന്ന്, അതുകൊണ്ട് നമുക്ക് അവളോട് അതിൻ്റെ ക്യാഷ് തരാൻ പറയാമെന്ന് പറയാണ്. അതായത് നമ്മുടെ നായികനോട് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പറയാൻ. അപ്പോൾ ആ പെൺകുട്ടി അവനോട് പറയാണ്, നമുക്ക് ബ്രേക്കപ്പ് ആവാം. അപ്പോൾ ഒരു നിമിഷം നെറ്റാണ്. അതിനുശേഷം അത് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നു നമ്മുടെ നായികയും ഒരു ആളും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ അയാൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും നിന്നെ സങ്കടപ്പെടുത്തിയോ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് വേണം അയാൾക്ക് അയാളുടെ തെറ്റുകൾ ഒന്ന് അറിയാനായിട്ടും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും എക്സ്ക്യൂസ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ നായിക പെട്ടെന്ന് അവിടെ നിന്ന് ബാഗൊക്കെ എടുത്ത് എണീറ്റ് പോവാണ്. അപ്പോൾ അദ്ദേഹം പുറകിൽ നിന്ന് നമ്മുടെ നായികനെ വിളിക്കുന്നുണ്ട്, ജിയങ്. അപ്പോൾ അദ്ദേഹം അവളുടെ പുറകെ പോയിട്ട് അവളുടെ ഫ്ലാറ്റിലേക്ക് ലിഫ്റ്റ് കയറി പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നായിക അവളുടെ ഡോറിൻ്റെ അവിടേക്ക് നടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേസമയം മറ്റേ പയ്യൻ്റെ അവസ്ഥ അതിലും ഗുരുതരമാണ്. അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ പുറകെ കിടക്കുകയാണ്, പോവല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ പെൺകുട്ടി പറയാണ്, ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് അവൻ്റെ ഗേൾഫ്രണ്ടിനോട്, നിൻ്റെ അമ്മ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അപ്പം നമ്മുടെ നായികയുടെ പുറകെ ആ പയ്യൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുക. ഈ ഡിസിഷൻ എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ, അതെന്താണെന്നൊന്ന് പറയാമോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ രണ്ട് സൈഡിലും ഇതേ കോൺവെർസേഷനാണ് ഇങ്ങനെ ഓടുന്നത്. അപ്പം അപ്പറെ വേറെ പ്രശ്നങ്ങളും അവർ തമ്മിലുള്ള സംസാരവും ഇവർക്ക് തമ്മിലുള്ള സംസാരം. മറ്റേ പയ്യൻ ഇങ്ങനെ നമ്മുടെ ജിയങ്ങിൻ്റെ പുറകെ കിടക്കുന്ന ആ പയ്യൻ ഇതുപോലെ വാതിലൊക്കെ ഇങ്ങനെ മുട്ടുന്നുണ്ട്, പക്ഷെ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ നായിക ഉള്ളിലേക്ക് കയറി പോകുന്ന കറക്റ്റ് ടൈമിൽ നമ്മുടെ ആ അപ്പുറം 705 ആ പയ്യനും ആ പയ്യൻ്റെ ഗേൾഫ്രണ്ടും കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പം ആ പയ്യൻ്റെ ഗേൾഫ്രണ്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ബ്രേക്കപ്പായിട്ട്. അപ്പോൾ ആ പയ്യൻ കുറേ വട്ടം അവളോട് ഇങ്ങനെ പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ആ പെൺകുട്ടി ആ പയ്യനോട് പറയാണ്, ഞാൻ നിനക്ക് കുറേ ഹിൻസ് തന്നതാണ്. അപ്പോഴും ആ പയ്യൻ അവളുടെ പുറകെ കിടന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നീ ഇല്ലാതെ ഒന്നും ചെയ്യാനും ഒന്നും കഴിക്കാനും ഒന്നും പറ്റില്ല. അപ്പോൾ അവൻ പുറകെ കിടന്ന് പറയുന്നുണ്ട്, പോവല്ലേന്ന്. അപ്പോൾ ആ പെൺകുട്ടി പുറത്തേക്ക് പോകാൻ വേണ്ടി പെട്ടെന്ന് വാതിൽ തുറന്നപ്പോഴത്തേക്കും നമ്മുടെ നായികയുടെ ബോയ് ഫ്രണ്ടിന് ഉള്ളിലേക്ക് കയറാൻ പറ്റി. അപ്പോൾ അവൻ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി വന്നു നമ്മുടെ നായികേനെ വിളിക്കാനായിട്ട്. അപ്പോൾ ഇവൻ വന്നിട്ട് കുറേ വട്ടം മുട്ടിയിട്ട് ജിയങ്ങൊന്ന് വാതിൽ തുറക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ആ പയ്യൻ അവൻ്റെ ഗേൾഫ്രണ്ടിനോട് എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും പ്രശ്നങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ നായിക വാതിൽ കുറച്ച് തുറന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ ഒരു മൈൻഡ് വോയിസ് കേൾക്കുന്നുണ്ട് നമ്മുടെ നായികയുടെ. എല്ലാം എൻ്റെ ഫോൾട്ടാണോ? ഇതെല്ലാം സംഭവിച്ചത് ഞാൻ കാരണമാണോ? ഒരു പെനാൽറ്റി ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകണം. അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രണ്ട് കപ്പിൾസും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തമ്മിൽ അറിയില്ല എന്ന് തോന്നുന്നില്ലല്ലോ, എന്തുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഒരു എഗ്രിമെൻറ്റിൽ ഒത്തുതീർപ്പാക്കി കൊണ്ടുവന്നുകൂടാ? ഒരു പെനാൽറ്റി ഒരുപാടൊന്നും ഉണ്ടാവില്ലല്ലോ, അത് കൺട്രീനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ രണ്ട് പെൺകുട്ടികളും പറയാണ്, ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ നമ്മൾ 705 ആ പയ്യൻ ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങൾ രണ്ടുപേരും ചെയ്ത തെറ്റ്? ഞങ്ങൾ ചെയ്തൊരു ക്രൈമാണോ ഞങ്ങളുടെ ലവറിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തത്, അതായത് പോകുന്നതിൽ നിന്ന് തടഞ്ഞത്? അതൊരു ക്രൈമാണോ? അപ്പോൾ നമ്മുടെ നായിക എണ്ണി പറയാൻ തുടങ്ങി, അവളുടെ പ്രോപ്പർട്ടിക്ക് ഡാമേജ് വരുത്തില്ല, സ്റ്റോക്കിങ്, പിന്നെ ഫിയറിങ് വുമൻ്റെ റൈറ്റ്സിനെതിരെ ഇത് ചെയ്യൽ, അതൊക്കെ എണ്ണി പറയാണ്. അപ്പോൾ ഇതൊന്നും ക്രൈംസ് അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്താണെന്ന് നമ്മുടെ നായിക പോലീസുകാരനോട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നായികയുടെ ബോയ് ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് നായികനെ നോക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറം ഇരിക്കുന്ന ആ ഒരു ഫ്ലാറ്റിലെ പയ്യൻ നായികനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, എന്താണ് നീ പറയുന്നത്? അപ്പോൾ നമ്മുടെ പോലീസുകാരൻ ഈ ഒരു പയ്യനെ ഇങ്ങനെ തുറിച്ച് നോക്കിയപ്പോഴത്തേക്ക് ആ പയ്യൻ അപ്പോൾ പെട്ടെന്ന് മാറ്റി പറയാണ്, ഇത് എല്ലാം കംപ്ലീറ്റ്ലി റോങ് അല്ലേ സർ? അപ്പോൾ ആ ഒരു പോലീസുകാരൻ പറയാണ്, നമ്മുടെ നായിക പ്രൊട്ടക്റ്റീവ് കസ്റ്റഡിക്കായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്ത ദിവസം രാവിലെ വരെ ഇവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ആ പയ്യൻ നെട്ടിയിട്ട് ചോദിക്കുകയാണ്, നാളെ രാവിലെ വരെയോ? പക്ഷേ നാളെ രാവിലെ വരെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ പെട്ടെന്ന് പോലീസുകാരൻ ആ പയ്യനെ വിളിച്ചുകൊണ്ട് പോകാൻ നേരമായപ്പോഴത്തേക്കും അവൻ്റെ ഗേൾഫ്രണ്ട് പെട്ടെന്ന് പോകാൻ നേരമായപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് അവളുടെ കൈ കയറി പിടിച്ചിട്ട്, എന്നോട് ക്ഷമിക്കൂ, ഞാൻ ചാവാനായിട്ട് ഡിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി അവനോട് ചോദിക്കുകയാണ്, എന്തിന്? അപ്പോൾ അവൻ പറയാണ്, എല്ലാത്തിനും വേണ്ടിയിട്ട് എന്നോട് ക്ഷമിക്കൂ, എല്ലാത്തിനും എന്നോട് ക്ഷമിക്കൂ, അതുകൊണ്ട് നീ പോവല്ലേ? അപ്പോൾ ആ പെൺകുട്ടി ആ പയ്യൻ്റെ പേര് വിളിച്ചിട്ട് പറയാണ്, ബ്യൂക്സോ, ഒന്ന് നിർത്തൂ. എന്നിട്ട് ആ പെൺകുട്ടി കണ്ടിന്യൂ ആണ്, നിനക്കറിയോ ഇത് എന്തൊരു സഫോക്കേറ്റിംഗ് ആണെന്ന്? അതായത് അവളെ ചേസ് ചെയ്യുന്നത് എന്തൊരു സഫോക്കേറ്റിംഗ് ആണെന്ന്. എനിക്ക് തോന്നുന്നു ഞാൻ നിൻ്റെ ലോൺലിനെസ് കാരണം എന്നെ യൂസ് ചെയ്യുകയാണെന്ന്. അപ്പോൾ ആ പയ്യൻ അവളോട് ചോദിക്കുകയാണ്, എങ്ങനെ നിനക്ക് പറയാൻ സാധിക്കണു ഞാൻ നിന്നെ യൂസ് ചെയ്യാറുന്നു എന്ന്?
അപ്പോൾ ആ ഈജിൻ എന്ന് പറഞ്ഞ പെൺകുട്ടി അവൻ്റെ മുമ്പിലോട്ട് അവളുടെ റിങ് എറിഞ്ഞിടുമ്പോൾ നേരെ വന്നിട്ട് നമ്മുടെ നായികയും നായികയുടെ ബോയ് ഫ്രണ്ടും ഇരിക്കുന്ന ആ ഒരു ബെഞ്ചിലേക്കാണ് അത് വന്ന് വീഴുന്നത്. അപ്പോൾ നമ്മുടെ നായിക ആ ഒരു റിങ് നോക്കുന്നുണ്ട്. പെട്ടെന്ന് വയറുവേദന എടുക്കാൻ തുടങ്ങും. അപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് അവളോട് ചോദിക്കുകയാണ്, അവൻ അവിടെ കണ്ട പ്ലാന്റ് ഞാൻ നിനക്ക് നിൻ്റെ പാരൻസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് തന്നതല്ലേ? അപ്പോൾ അവൾ പറയാണ്, എനിക്ക് ഒരു ചാൻസ് കിട്ടിയില്ല അത് അവർക്ക് കൊടുക്കാനായി. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് നീ ആ ഹോൾവേയിൽ തന്നെ ആ ചെടീനെ ഒരു ചാവാനായിട്ട് വെച്ചത്? അതായത് എന്തിനാണ് ആ ചെടീനെ ചീഞ്ഞു പോകാനായിട്ട് വച്ചതെന്നായിരിക്കും പറയുന്നത്. അപ്പോൾ അവൾ പറയാണ്, നിനക്കറിയില്ലേ എനിക്ക് കാര്യങ്ങൾ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് വരുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന്. അതായത് ആവശ്യമില്ല പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റേസ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ അവൻ അവളോട് പറയാണ്, നീ നിൻ്റെ പേഴ്സണാലിറ്റി ആ ഒരു പേഴ്സണാലിറ്റീനെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ നായിക അവനോട് ചോദിക്കുകയാണ്, നീ ആരാണ് അതെന്നോട് പറയാനായിട്ട്? അതായത് അവളെന്താ ചെയ്യേണ്ടതെന്ന് പറയാനായിട്ട് അവൻ ആരാണെന്ന്. അപ്പോൾ അവൻ പറയാണ്, ഞാൻ നിന്നെ 3 മാസം ഡേറ്റ് ചെയ്തതാണ്, പക്ഷേ എന്നിട്ടും ഞാൻ നിൻ്റെ സ്ഥലത്തേക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. എനിക്ക് നിൻ്റെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് അറിയില്ല. പിന്നെ നീ എന്നെ ഒരിക്കലും നിൻ്റെ ഫ്രണ്ട്സിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നെ. അറ്റ്ലീസ്റ്റ് ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ട് എങ്കിലും ആയിരുന്നോ എന്ന് അവൻ ചോദിക്കുകയാണ്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാണ്, നീ ഇതുവരെയായിട്ടും എന്നെ ഒന്ന് മിസ് ചെയ്തുവെന്നോ അല്ലെങ്കിൽ എന്നെ ഒന്ന് പ്രണയിച്ചിട്ടുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് നായിക സെല്ലിൽ കിടക്കുന്ന അപ്പുറ ഫ്ലാറ്റിലെ ആ ഒരു പയ്യനെ നോക്കുകയാണ്. ആ പയ്യനെ അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ ഇങ്ങനെ എത്തി ഒളിഞ്ഞ് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും അവൻ പേടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. അതായത് ആ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് വേറെ എവിടേക്ക് ഇങ്ങനെ പോവാണ്. കാരണം അവളുടെ നോട്ടം കണ്ടപ്പോൾ അവന് പേടിയായി. പിന്നീട് ആ ഒരു നായികയുടെ ബോയ് ഫ്രണ്ട് പിന്നെയും പറയാണ്, അറ്റ്ലീസ്റ്റ് എന്താണ് ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ എന്തെങ്കിലും പറയാൻ. ഇതോടെ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പാർട്ട് 2 ഇവിടെ വെച്ച് നിർത്താണ്. ഇനിയും പാർട്ടുകളുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റും ഫസ്റ്റും ഒക്കെ പറഞ്ഞു, ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഈ ഒരു ഡ്രാമയ്ക്കുള്ളത്. അതുകൊണ്ടാണ് 3 എപ്പിസോഡുള്ളൂ. അപ്പോൾ ഇനി പാർട്ടുകളുണ്ട് കേട്ടോ. ഈ ഫസ്റ്റ് എപ്പിസോഡിന് ഞാൻ ഒരു 3rd എപ്പിസോഡോളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇനിയും ഈ ഒരു എപ്പിസോഡിൻ്റെ പാർട്ടുകൾ ഇടുമ്പോൾ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട. അപ്പോൾ ബൈ.